ഒരു ആവേശകരമായ മത്സരമായിരുന്നു. ഒരു സിനിമ കാണുന്ന പോലെ ജയിക്കുന്ന ആദ്യം ഒരു ഗോൾ കിട്ടിയപ്പോ ജയിക്കുന്ന കരുതിയായിരുന്നു. ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈജിപ്തിന്റെ കളി നമ്മൾ കണ്ടതല്ലേ. അവസാന നിമിഷം മെസ്സിയുടെ അസിസ്റ്റ് കപ്പടിക്കോ? പിന്നെ ഉറപ്പല്ലേ, 100% ഉറപ്പ്. ഒരു ആവേശകരമായ മത്സരമായിരുന്നു. ഏതായാലും വലിയ ആവേശമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അടിപൊളി. കപ്പടിക്കോ ഈ കണക്കിന്? അടിച്ചിരിക്കും ഉറപ്പ്. എങ്ങനെ ഉണ്ടായിരുന്നു? തന്നാ തിരിച്ചു കൊടുക്കാൻ നമുക്കറിയാം. തന്നാ കൊടുത്തിട്ടേ പോവും. ഒരു സിനിമ കാണുന്ന പോലെ ആയിരുന്നു. ഒരു ആവേശകര മത്സരമാണ്. ആ ആവേശം ഇപ്പൊ ഓരോരുത്തരിലും നമുക്ക് കാണാൻ വരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? കപ്പ് നോക്കോ എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ഈ കപ്പ് നോക്കോ? ഇത്ര നാള് ബാക്കിയുള്ളവരെ പറഞ്ഞു കൊടുത്ത ഞങ്ങളെ ഏറ്റവും റാങ്കി കുറഞ്ഞ ആരെ ഏറ്റവും മുട്ടിയിട്ടില്ലാന്ന്. പക്ഷെ ഇന്ന് ഏറ്റവും ഇവിടെ 4 റാങ്ക് വരെയാണ് ഞങ്ങൾ ജയിച്ചിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും മറുപടി പറയാണ്ട. കപ്പ് നോക്കോ? കപ്പ് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ ഫൈനലിൽ കപ്പ് അടിച്ചിരിക്കും. ഈ ആദ്യ ഗോൾ പോയപ്പോ ഒരു അങ്കലാപ്പ് ഉണ്ടായിരുന്നു. ഒരു പേടിയില്ല. ഞങ്ങൾ 90 മിനിറ്റ് ഞങ്ങൾക്ക് ആത്മവിശ്വാസം. മെസ്സി ഉള്ളിടത്തോളം ഞങ്ങൾ ആരെ തോപ്പിക്കാൻ പറ്റത്തില്ല. ഏതായാലും ആവേശത്തിലാണ്, എല്ലാവരും ആവേശത്തിലാണ് എന്നുള്ളതാണ്. എങ്ങനെയുണ്ടായിരുന്നു? മെസ്സി ഉള്ളൂ. ആ ഗോള്, ആദ്യത്തെ ഗോള് ഇംഗ്ലണ്ട് അടിച്ചപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പേടിക്കുമായിരുന്നു. പക്ഷെ മെസ്സി ഉണ്ട്, 2 അസിസ്റ്റ്. ഏതായാലും വലിയ ആവേശത്തിലാണ്. ഈ ആരാധകർ മുഴുവൻ വലിയ ആവേശത്തിലാണ്. ആ ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഈ തിരുവനന്തപുരം ലോ കോളേജ് ജംഗ്ഷനിൽ. ആ ആവേശം നിറയുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ഉണ്ടായിരുന്നു. ഇനി ഫൈനലും കൂടെ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയായി. എന്തായാലും ജയിക്കും. ഫൈനല് അർജന്റീന ജയിക്കുള്ളൂ. മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു? മത്സരം ആവേശമല്ലേ. പിന്നെ ആദ്യ ഗോള് പോയപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. അതിലൊന്നും ഒരു കാര്യമല്ല. കളി കണ്ടല്ലോ, നിങ്ങൾ കളി കണ്ടല്ലോ. കളി കണ്ടോ? ഇനി വേറെ ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി മത്സരം. ഇംഗ്ലണ്ടിന് 80 മിനിറ്റ് ആണെങ്കിൽ നമുക്ക് 10 മിനിറ്റ് മതി. അർജന്റീനയാണ് 4ാമത് കപ്പ് ഇവിടെ ലോഡിങ്ങാണ് ഇവിടെ ചിഹ്നത്തില്. അർജന്റീനയില് ഇംഗ്ലണ്ടുകാർ ഫാൻസ് എന്തൊക്കെ ഷോ ആയിരുന്നു. അവരിപ്പോ ഓടിപ്പോയി, ആരും കാണാനില്ല. ആദ്യം ഗോൾ പോയപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഒരു പേടിയുണ്ടായോ? ഈ അവസാന നിമിഷം നമ്മൾ അവസാനം അടിക്കും. നമുക്ക് വിശ്വാസമുണ്ട്. അർജന്റീനയാണ്, മെസ്സിയുടെ ടീമാണ്. നമുക്ക് വിശ്വാസമുണ്ട് അടിക്കുമെന്ന്. അതാണ് 2 അടിച്ചു കൊടുത്തിരിക്കുന്നത്. സ്പെയിനാണ് എതിരാളികളെ. കപ്പടിക്കോ? ഉറപ്പായിട്ടും. ഏത് സ്പെയിന്? നമ്മുടെ അർജന്റീന വേറെ ഒരു ടീമും ഇല്ല. ഏതായാലും ഈ ഒരു നഗരം മുഴുവൻ ഈ ലോകകപ്പിന്റെ ആരവത്തിലാണ്, ആഘോഷത്തിലാണ്, വലിയ ആഘോഷത്തിലാണ്. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? അടിപൊളി. 10 മിനിറ്റ് മതി. നമ്മുടെ ടീമിന് 10 മിനിറ്റ്. ഒന്നും പറയില്ല. വേണ്ട, അത്ര മതി. മെസ്സി പിന്നെ നല്ല അടിപൊളിയായിരുന്നു. എല്ലാം സൂപ്പർ. നമ്മളെ കപ്പെടുക്കും. മാത്രമല്ല കപ്പടിക്കോ? വിഷമേ ഉള്ളൂ. ഇതൊന്നും കാണാൻ ഇല്ലാതായി പോയി. അതാണ്. എങ്ങനെയാണ് മരണോടയ്ക്ക് വേണ്ടി ഇത്തവണത്തെ കപ്പ് തൂക്കുമെന്നാണ്? തീർച്ചയായിട്ടും സ്പെയിനെ 3-1 ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? കംബാക്കിന്റെ ടീമാണ് അർജന്റീന. നമുക്ക് ഒരു ഗോൾ വാങ്ങിച്ചാലേ തിരിച്ചടിക്കാനുള്ള ആവേശം കിട്ടും. അതാണ് അർജന്റീന. ആദ്യ ഗോൾ പോയപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പേടി ഉണ്ടായിരുന്നോ മത്സരം? എന്തായാലും തിരിച്ചടിക്കുന്നത് ഉറപ്പ്. ഏതായാലും വലിയ ആവേശത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിനിഷേടാ, എങ്ങനെയുണ്ടായിരുന്നു കളി? അത്യാവേശം. എന്താണ് അർജന്റീന ലോകത്തോട് വീണ്ടും ഇതാ ഒരു തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ വിമർശനത്തിലും, എല്ലാ കല്ലെറിയലിനും ഇതാ വീണ്ടും മെസ്സിയും സ്കലോണിയും കുട്ടികളും മറുപടി പറഞ്ഞിരിക്കുന്നു. അത് മാത്രമല്ല, ഈ അവസാന നിമിഷങ്ങളിലാണ് ഈ ലോകകപ്പിൽ അർജന്റീന കപ്പ് ഈ ഗോളുകൾ മടക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏത് ടീമിൻ്റെ കൂടെ കളിക്കുന്നു എന്നതനുസരിച്ചാണ് തന്ത്രം മെനയുന്നതും കളിയുടെ സ്റ്റൈൽ മാറുന്നതും. അർജന്റീന കളിച്ച ഓരോ കളിയും നിങ്ങൾ നോക്കിക്കോളൂ. ഓരോ കളിയും ആ ടീമിനനുസരിച്ചുള്ള ഗെയിം പ്ലാൻ ആണ്. ഈ ടീമിൽ എന്താണോ വേണ്ടത് അതാണ് കൊടുത്തത്. ഇംഗ്ലണ്ടിന് എന്താണോ ഗെയിം പ്ലാൻ അതാണ് കൊടുത്തത്. ഇംഗ്ലണ്ടിനെതിരായിട്ട് കളിക്കുമ്പോൾ എപ്പോഴും അർജന്റീന വൈകാരികമായിട്ടാണ് കളിക്കുന്നത്. ആ വൈകാരികതയുടെ പ്രകടനത്തിൽ അർജന്റീന ഇന്ന് വിജയിച്ചിരിക്കുന്നു. ആന്റോണിയോ റാറ്റിൻ
കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അന്തരിച്ചത്. ആന്റോണിയോ റാറ്റിനെ വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് പുറത്താക്കിയ ഇംഗ്ലണ്ടിന്റെ സ്മരണകൾ ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് മത്സരിച്ചത്. ആ ആന്റോണിയോ റാറ്റിനുള്ള ഒരു ചരമ അഞ്ജലി അല്ലെങ്കിൽ ശ്രദ്ധാഞ്ജലി കൂടിയായി ഈ മത്സരം. ഞങ്ങൾ ആറാമത്തെ തവണയാണ് വരുന്നത്. 4 തവണ കപ്പടിച്ചു, 3 തവണ കപ്പടിച്ചു, 2 തവണ എന്തുകൊണ്ടാണ് കപ്പ് കിട്ടാത്തതെന്ന് ആ കളി കണ്ടവർക്കറിയാം. ഈ കളി ഞങ്ങൾ കപ്പടിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ആൽബ സെലസ്റ്റുകളായി തുടരും. തീർച്ചയായും വലിയ ആവേശത്തിന്റെ കൊടുമുടി പാരമ്യത്തിലേക്കാണ്. ഏതായാലും അത്യധികം ആവേശം നിറഞ്ഞ ഈ മത്സരം കാണാൻ ഒട്ടേറെ ആരാധകരാണ് എത്തിയത്. ആ ആരാധകരെല്ലാവരും സന്തോഷത്തിലാണ്. കാരണം തുടക്കത്തിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഗോളും അടങ്ങിയ സാഹചര്യത്തിൽ ചെറിയൊരു അങ്കലാപ്പ് അർജന്റീന ആരാധകർക്കുണ്ടായിരുന്നെങ്കിലും അതെല്ലാം മാറി എന്നുള്ളതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? കപ്പ് തൂക്കും അർജന്റീന. ഏതായാലും എല്ലാവർക്കും ഒരേപോലെയുള്ള അഭിപ്രായം തന്നെയാണ്. മത്സരം അത്യധികം ആവേശം നിറഞ്ഞായിരുന്നു. ഒരു സിനിമ കാണുന്ന പോലെ ആയിരുന്നു എന്നുള്ളതാണ്. അത്രയും ആവേശം നിറഞ്ഞ ഒരു മത്സരം. മത്സരം അടിപൊളി മത്സരം. ബെല്ലിംഗാവ് ഇംഗ്ലണ്ട് വേണ്ട. തീർച്ചയായും എങ്ങനെയുണ്ടായിരുന്നു മത്സരം? മത്സരം ഞെട്ടിച്ച് കളഞ്ഞു. ഇന്നേ വരെ അർജന്റീന കളിച്ച ഏറ്റവും പൊളി കളിയായിരുന്നു. വിമർശകർ ഇനി ഇതിനെ എന്ത് റിഗ്ഡ്, എന്ത് സ്ക്രിപ്റ്റഡ്, എന്ത് ഇത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അവസാന നിമിഷത്തിൽ ഗോൾ വീണ്ടും അടിക്കും, തിരിച്ചു മടക്കുമെന്ന് വിചാരിച്ചിരുന്നു. കുറച്ച് പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ ഇംഗ്ലണ്ട് ആയതുകൊണ്ട് കുറച്ച് ഇതുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ചെറുക്കന്മാർ ഞെട്ടിച്ച് കളഞ്ഞു. നമുക്ക് ഉറപ്പായിരുന്നു. കപ്പ് തൂക്കും, സംശയം മലപ്പുറത്താണ് കളി കാണാൻ തിരുവനന്തപുരത്ത് വന്ന്. മലപ്പുറത്ത് അതേ വൈബാണ് തിരുവനന്തപുരത്ത്. വളരെ ഫുട്ബോൾ എന്ന് പറയുന്ന കളിയുടെ വലിയ ആവേശമാണ്. ഇന്ന് 2-1 ഇംഗ്ലണ്ടിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ 3-1 സ്പെയിനെ അടിച്ച് വേൾഡ് കപ്പ് അർജന്റീന 4ാമത്തെ കപ്പ് തൂക്കിയിരിക്കും. ഏതായാലും ഈ ആവേശം നിറഞ്ഞ ഒരു സാഹചര്യം എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ഒത്തിരി സന്തോഷം. നമ്മൾ വീണ്ടും ഫൈനലിൽ എത്തിയിരിക്കുന്നു. ഇത് നമ്മൾ ജയിക്കും, കപ്പ് തൂക്കും, എടുക്കും. എല്ലാവരും ആവേശത്തിൽ തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മെസ്സി ആരാധകരാണ്, അർജന്റീന ആരാധകരാണ്. ആ ആരാധകരെല്ലാവരും അത്യധികം ആഘോഷത്തിലാണ് എന്നുള്ളതാണ്. ഈ സെമി ഫൈനൽ മത്സരം അത്യധികം ആവേശത്തിൽ തന്നെയായിരുന്നു. എങ്ങനെയാണ് മത്സരം? തിരിച്ചടിക്കാൻ കരുതിയിരുന്നോ? പിന്നെ തിരിച്ചടിക്കുന്ന കാര്യമില്ലേ? കപ്പ് തൂക്കും പിന്നെ ഏതായാലും എങ്ങനെയുണ്ടായിരുന്നു? കളി അടിപൊളി കളിയായിരുന്നു. 4ാമത്തെ കപ്പ് ഇവിടെ വരും, 4ാമത്തെ സ്റ്റാർ തൂക്കിയിരിക്കും. അതിലൊരു മാറ്റമാണ്. 4ാം സ്റ്റാർ ഇവിടെ. ഈ അവസാന നിമിഷത്തിൽ തിരിച്ചടി ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അടിപൊളി കളിയായിരുന്നു. അവസാനം കമ്പാക്ക് ഒരു രക്ഷയില്ല. അടിപൊളി കളി. ഏതായാലും വലിയ ആവേശത്തിൽ തന്നെയാണ്. ഇനി ഫൈനലിനായുള്ള കാത്തിരിപ്പാണ്. അർജന്റീനൻ ആരാധകർക്ക് ഏതായാലും വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കാനുള്ള എല്ലാ വകയും ഒരുക്കി തന്നെയാണ്. നമ്മൾ പറഞ്ഞിരുന്നു, കളിയുടെ തുടക്കത്തിൽ ഗോള് ലഭിച്ചാലും അത് കളിയുടെ അവസാനത്തേക്ക് എത്തുമ്പോൾ ആ ഗോളെല്ലാം തിരിച്ചടിച്ചുകൊണ്ട് അതെല്ലാം അർജന്റീന തിരിച്ച് ഗോൾ മടക്കുമെന്നുള്ളത് അത്തരത്തിൽ തന്നെയായിരുന്നു ഇന്നും കാണാൻ കഴിഞ്ഞത്. കളിയുടെ അവസാന നിമിഷത്തിൽ 2 ഗോളുകൾ അടിച്ചുകൊണ്ട് 2-1 ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അടിച്ചു പൊളിച്ചു എന്നുള്ള അതെ. ആ 2 ഗോളുകൾ മടക്കിക്കൊണ്ട് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനൽ ടിക്കറ്റിലേക്ക് കടന്നിരിക്കുന്നു. ഫൈനലിൽ സ്പെയിനെ എതിരാൻ അർജന്റീന തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. പോരാട്ട വീര്യം അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ഉള്ള വളരെ മനോഹരമായ ഒരു മത്സരം തന്നെയായിരുന്നു. ഈ അവസാന നിമിഷത്തിൽ ഗോൾ മടക്കിക്കൊണ്ട് വളരെ മനോഹരമായ ഒരു മത്സരമായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞെന്നുള്ളതാണ്. അത്തരത്തിൽ എല്ലാ തരത്തിലും ആരാധകർക്ക് ആഘോഷിക്കാൻ പറ്റിയ, എല്ലാ തരത്തിലും മെസ്സി ആരാധകർക്കും അർജന്റീനൻ ആരാധകർക്കും ആഘോഷിക്കാൻ പറ്റിയ ഒരു 1-1 മികച്ച ഗോളുകൾ നൽകിക്കൊണ്ടുള്ള അവസാന നിമിഷത്തിൽ 1-1 ഗോളുകൾ നൽകിക്കൊണ്ടുള്ള ഒരു തകർപ്പൻ വിജയം നേടിയിരിക്കുകയാണ്. ഏതായാലും ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫൈനലിൽ ഇനി സ്പെയിനെ നേരിടും. സ്പെയിനെ പുഷ്പം പോലെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയം നേടാനാകുമെന്നാണ് അർജന്റീന പറയുന്നത്. ഏതായാലും എല്ലാ തരത്തിലുള്ള ഈ കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെയുള്ള എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഈ ഒരു മാച്ച് ആഘോഷിക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു. അവസാന നിമിഷം ആവേശം തന്നെയായിരുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സിനിമ കാണുന്ന പോലെ ആയിരുന്നു. അവസാനം ത്രില്ലിങ്ങോടുകൂടി അവസാനിച്ചിരിക്കുന്ന, സസ്പെൻസുകൾ പൊളിച്ചിരിക്കുന്ന ഒരു അടിപൊളി സിനിമ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ ആയിരുന്നു ആരാധകർ മുഴുവൻ ഈ മാച്ചിനെ ഏറ്റെടുത്തത്. ക്യാമറമാൻ രാഹുലിനൊപ്പം കുഞ്ചുമുരളി, ജയ് ന്യൂസ്.